പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തത് ബാലയുടെയും അതുപോലെ തന്നെ അമൃതയുടെയും പ്രോബ്ലത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അത്. അതായത് ബാലയുടെ മകൾ പാപ്പുവിന് കിട്ടേണ്ട ഇൻഷുറൻസ് തുക ബാല അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. അതിൻ്റെ ഒന്നും ശരിക്കുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോഴും പുറത്തൊന്നും വന്നിട്ടില്ല. ബാല അതിനെക്കുറിച്ച് കൂടുതലൊന്നും പ്രതികരിച്ച് കാണുന്നുമില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ പുതിയ ഭാര്യ കോകിലയുമായി സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ചാനലൊക്കെ തുടങ്ങി അവർ കുക്കിങ്ങും അതൊക്കെ ആയിട്ട് അവരുടെ ജീവിതം കൊണ്ടുപോവുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പ്രതികരിച്ച് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ അത് പറയുന്നതിൻ്റെ ഇടയിലാണ് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് വൈഫ് എന്നാണ് പറയുന്നത്, സെക്കൻഡ് വൈഫായ ഡോക്ടർ എലിസബത്ത് ഉദയൻ ഒരു പോസ്റ്റ് രണ്ട് മൂന്ന് ദിവസമായി ഇടാൻ തുടങ്ങിയിട്ട് ഒരു പോസ്റ്റ് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. യൂട്യൂബിലും എല്ലായിടത്തും ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഒക്കെ ചെയ്തിട്ട് കണ്ടു. അപ്പോൾ ഇന്ന് വന്ന വീഡിയോയിൽ അത് കറക്റ്റ് ക്ലിയർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ടെൻഷനായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ? ഇതുപോലെയുള്ള സെലിബ്രിറ്റീസിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടെങ്കിൽ കൂടി ഇത് അദ്ദേഹത്തിന് അമൃത കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ അത് ശരിക്കും എലിസബത്തിനെ ശരിയായ രീതിയിൽ ഒഫീഷ്യലായിട്ടൊന്നുമല്ല കല്യാണം കഴിച്ചതെന്നൊക്കെയാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബാലയും ഈ മൂന്നാമത്തെ കല്യാണം കഴിച്ച സമയത്ത് ബാല തന്നെ ഇതിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇതെൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒഫീഷ്യലി ഇതെൻ്റെ സെക്കൻഡ് മാരേജ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തുതന്നെയായാലും എലിസബത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി പറയാം. തന്നെ അവർ പറഞ്ഞോണത് ലീഗലി മാരീഡ് അല്ല എന്നാണ് പറഞ്ഞോണ്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ കുറച്ച് റൈറ്റിങ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പറയണില്ല. അതുപോലെ തന്നെ പല യൂട്യൂബ് വീഡിയോകളിലും വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോകളും, അതുപോലെ തന്നെ റിസപ്ഷൻ നടത്തിയ വീഡിയോകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ടേക്ക് മെയിനായിട്ട് തോന്നിയത് കേരള ഈസ് ദ വേഴ്സ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഫോർ സെക്ഷൽ അഫെയർസ് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ കേരളത്തിൽ തന്നെ കുറ്റം പറഞ്ഞിട്ടാണ് അവർ തുടങ്ങണത്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവരുടെ എന്ന് പറഞ്ഞാൽ ആരോ എന്തോ കമൻ്റ് ഇട്ടുണ്ട്, അതിന് റിപ്ലൈ ആണ് ഐ ഹാവ് പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ നോട്ട് ബിഹൈൻഡ് മീ. സെറ്റ്, കറക്റ്റാണ്. ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പോലീസ് മാത്രമല്ല, ഗുണ്ടകളും കൂടിയില്ലേ, എന്നിട്ടല്ലേ നിങ്ങളിതൊക്കെ ഇടുന്നത്. ഈവൻ ലോയർ കൂടിയുണ്ട്, എന്നിട്ടാണ് നിങ്ങൾ കമൻ്റ് ഇടുന്നത്. ആക്ച്വലി നിങ്ങളുടെ കേരളത്തോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തമിഴും അതുപോലെ തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവരനുഭവിച്ച കാര്യങ്ങളാണ് അവർ പറയുന്നത്. ബാലയുടെ വീട്ടിൽ അവരനുഭവിച്ച കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭാര്യയോട് പെരുമാറുന്ന പോലെയൊന്നും അല്ല അവരൊക്കെ അവിടെ നിന്നും കിട്ടിയത്. ബാല അവരോട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. നമുക്കറിയില്ല, അവർ തുറന്നു പറയുകയാണ് കാര്യങ്ങൾ. ആരും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കേരളത്തിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഈ എലിസബത്ത് ഇത്രയും വരെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബാലയുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു, ഒരു കാര്യം പോലും പുറത്ത് പറഞ്ഞില്ല. അവരൊരു ഡോക്ടറും കൂടിയാണ്, ഹൈ ക്വാളിഫൈഡ് ആയ ഒരാളാണ്. അതുപോലെ തന്നെ ഇവർ ആ സമയത്ത് തന്നെ കുറച്ച് കാലമല്ലേ ഇവർ വേർപിരിഞ്ഞിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാലയ്ക്ക് അസുഖം വന്ന സമയത്താണ് ഇവർ വീണ്ടും എലിസബത്ത് ബാലയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ ഇവർ പറയുന്നുണ്ട്, ഞാൻ ചെയ്ത കാര്യങ്ങൾ ആ സമയത്ത് ഞാൻ തന്നെയാണ് നോക്കിയത്. അവർ ആ മോഷൻ പോകുന്ന സമയത്തും ഒന്നും അറിയാത്ത ആ കിടപ്പിലാവുന്ന സമയത്ത് ഒരു ഭാര്യ തന്നെയാണല്ലോ എല്ലാം ചെയ്യുന്നത്. അതൊക്കെ ആ സ്ത്രീ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവരോടൊരു ശരിയായ രീതിയിലുള്ള പെരുമാറ്റമൊന്നുമല്ല ബാല കാഴ്ചവെച്ചതെന്നാണ് എലിസബത്ത് ഇവിടെ വന്നിട്ട് പറയുന്നത്. അതുപോലെ തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു, ഒരു ഭാര്യയോട് എന്ന പോലെയൊന്നുമല്ല പെരുമാറിയത്. അതുപോലെ തന്നെ കിടപ്പറ രംഗങ്ങളൊക്കെ പുറത്ത് പറയും. ഇതൊക്കെ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പുറത്ത് വീഡിയോ ആയിട്ട് ഇറക്കുന്നൊക്കെ ബാല പറഞ്ഞു എന്നാണ് പറയുന്നത്. വളരെ മോശമായ കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ മോശമായ കാര്യമാണ്. പിന്നെ കേരളത്തിലുള്ളവരെ കുറ്റം പറയാനോ കേരളത്തിനെ ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം കേരളത്തിൽ എല്ലാവരും കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു പവിത്രമായ കാര്യം തന്നെയാണ് അല്ലേ? കേരളത്തിലുള്ളവർക്ക് തമിഴ്നാട്ടിലുള്ളവരെ കണ്ടുകൂടാന്നൊന്നും അതൊന്നും പറയുന്നതിലൊന്നും ഒരു അർത്ഥമൊന്നുമില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇവിടെയൊക്കെ ഒരുപാട് തമിഴന്മാരൊക്കെ വന്നിട്ട് താമസിക്കുന്നുണ്ട്, നമുക്ക് അറിയുന്നവർ കൂടിയുണ്ട്. എന്നിട്ടും നമ്മളൊന്നും ആരും അങ്ങനെയൊന്നും പെരുമാറാനൊന്നും പോയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ കേരളത്തിൽ വന്നിട്ടാണ് കേരളത്തിൽ തന്നെയാണ് ബാല ഇപ്പോഴും താമസിക്കുന്നത്. അമ്മാവിൻ്റെ മകളെ കല്യാണം കഴിച്ചെങ്കിൽ കൂടി ബാല ഇപ്പോഴും വൈക്കത്തോ മറ്റോ ആണ് ഇപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ ഈ എലിസബത്ത് നേരിട്ട പല കാര്യങ്ങളും എലിസബത്ത് ഇപ്പോൾ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇതിൽ ഈ വോയിസിൽ തന്നെ കേട്ടല്ലോ,
ഈ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ അതൊക്കെ വളരെ മോശം തന്നെയായിരുന്നു. പക്ഷേ എലിസബത്ത് എന്തുകൊണ്ടാണ് ഇത്രയും നേരം വൈകിയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും നേരം വൈകിട്ട് എന്താണ് ഇത് പറയാൻ കാരണം? ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല മൂന്നാമതും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുവാണല്ലേ. അപ്പോൾ ഇപ്പോൾ അമൃതയുടെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് മാത്രമാണ് ഇതിപ്പോൾ എലിസബത്ത് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് തന്നെ റിയാക്ട് ചെയ്യണമായിരുന്നു. പറ്റുന്ന ആ സമയത്ത് തന്നെ റിയാക്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ പറ്റാത്തതാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് പലപ്പോഴും പല പെൺകുട്ടികൾക്കും പറ്റുന്ന പ്രശ്നം ഇത് തന്നെയാണ്. കുറച്ച് നാൾ മുന്നേ ഞാനിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലേ, ഭർത്താവ് ഒന്ന് ബൈക്കിൽ പോലും കൊണ്ടുപോകാഞ്ഞിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഒന്നും പറയില്ല. പിന്നെ ഇത് ഒരുപാട് അനുഭവിച്ച് കുറേ ആൾക്കാർ അനുഭവിച്ച് ഇതുപോലെ ഡിപ്രഷനിലേക്കൊക്കെ പോകും. കുറേ ആൾ രക്ഷപ്പെടും, കുറേ ആൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ പറയും. പേടി കൊണ്ടായിരിക്കാം. കാരണം ബാല എന്ന് പറയുന്ന ആളൊക്കെ സൊസൈറ്റിയിലൊക്കെ വലിയ നിലയിൽ നിൽക്കുന്ന ആളാണ്. ഒരുപാട് ഗുണ്ടകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ പാവങ്ങളാണ്, നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ ആരായാലും പ്രതികരിക്കും. ഏതൊരു പെണ്ണായാലും ആണായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രതികരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നാണ് സംഭവങ്ങൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ബാല ഗോകുലയുമായിട്ട് നല്ല സ്നേഹത്തോടെ ഉള്ള വീഡിയോ, നല്ല സ്നേഹത്തോടെയാണ് ജീവിക്കുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും ദൈവത്തിൻ്റെ കോടതിയിലായാലും ഒരിക്കലും തന്നെ അത് ആർക്കും നിഷേധിക്കാനാവില്ല. അത് ഈ എലിസബത്തിൻ്റെ ആ സംസാരം കേൾക്കുമ്പോൾ വല്ലാതെ വിഷമം നമുക്ക് തോന്നുന്നുണ്ട്. വേറൊരു വീഡിയോ ക്ലിപ്പും കൂടിയുണ്ട്, ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്നാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ പേരും നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റേഷനിൽ നിന്ന് വന്ന് തന്നെയാണോ അതോ ഇവരുടെ ഗുണ്ടകൾ വിളിച്ചാണോ പേടിപ്പിക്കാമെന്നൊക്കെ അറിയില്ല. ആളൊരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്, ഞാനാണ് ഉപദ്രവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അയാളുടെ കയ്യിലൊക്കെ കോറലുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടു. ആ കോറലൊക്കെ അയച്ചു കൊടുത്തു, പല സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വക്കീലിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പല സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നണം എൻ്റെ കഴുത്തൊക്കെ പിടിച്ചിട്ട് ഒരു മൽപ്പിടുത്തൊക്കെ നടന്ന് അടിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യണേ. ആ സമയത്ത് നമ്മൾ മരണവെപ്രാളത്തിൽ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കോറലൊക്കെ വന്നതൊന്നും വരാം. അതായിരിക്കാം ഉണ്ടായത്. എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കറക്റ്റ് സംഭവങ്ങൾ എനിക്കിപ്പോൾ അന്നത്തെ കുറച്ച് ഫോട്ടോകൾ ചോര വന്നത് കയ്യിൽ നിന്നൊക്കെ ഉണ്ട്, ചോര വന്ന സാധനമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നീര് വന്നത് ഞാൻ എൻ്റെ മുഖം അന്ന് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പിച്ചിയും മാന്തിന്ന് പോയിട്ടുള്ള കുറേ ഫോട്ടോകൾ പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് ഇന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ കംപ്ലൈൻറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചു കോള്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ആ ഉണ്ടായ സമയത്ത്. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാലയെ അങ്ങോട്ടേക്കാണ് ആക്രമിച്ചതെന്നൊക്കെയാണ് പറഞ്ഞിട്ട് കേസ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുമോ? ഡോക്ടറെ കൂടുതൽ പീഡിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആരായാലും അങ്ങോട്ടേക്ക് പ്രതികരിച്ചു പോകും. ചെറിയൊരു മാന്തലൊക്കെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അത് ആരായാലും ചെയ്യുന്നതാണ്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് എന്തും ചെയ്യാം അല്ലേ. നമ്മളെ ഒരാൾ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനോ വരുമ്പോൾ നമുക്ക് നഖവും പല്ലും മാത്രമാണ് നമുക്കും ഉള്ളത്. നമ്മളും അത് ഉപയോഗിച്ച് നമ്മളും അങ്ങോട്ടേക്ക് റിയാക്ട് ചെയ്യും. അതൊന്നും ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. എന്ത് തന്നെയായാലും ബാല ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡോക്ടറോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം കാര്യം തന്നെയാണ്. ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ സാധാരണ പെൺകുട്ടികളുടെ കാര്യമൊക്കെ എന്താണ്? പക്ഷേ എനിക്കൊന്നും ഈ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെ കൂടുതലായിട്ടൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ആൾക്കാരും നല്ല സ്നേഹത്തോടു കൂടിയൊക്കെ കഴിയുന്നവരാണ്. എനിക്ക് തോന്നുന്നു സൊസൈറ്റിയിൽ ഒരുപാട് ഇതും സെലിബ്രിറ്റി സ്ഥാനവും അതുപോലെ തന്നെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരും പണത്തിനൊന്നും വില കൽപ്പിക്കാത്തവരും ഒക്കെയാണ് ഇതുമാതിരി പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മളെപ്പോലെയുള്ള പാവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയത്. ആ കുടുംബത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാണ് ആഗ്രഹിക്കുക. അല്ലാതെ പരസ്പരം ചെളിവാരി എറിഞ്ഞും ഇതുപോലെ ഉപദ്രവിച്ചും ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വേണ്ടി വരും. അങ്ങനെയാണ് എല്ലാവരും ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ എലിസബത്ത് പറയുന്നത് കേൾക്കുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ആ ബാലയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. അവസാനം അവരെ പുറന്തള്ളി കളി ചെയ്തത് ഇപ്പം വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ബാല സുഖമായിട്ട് ജീവിക്കുവാണ്. ഏതായാലും അയാൾ സുഖമായി ജീവിച്ചോട്ടെ. പക്ഷേ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരം പറയാൻ അയാൾ ബാധ്യസ്ഥനാണല്ലേ. അയാൾ ഒന്നും പറയാതെ പൊട്ടം കളി കളിച്ചു കഴിഞ്ഞാൽ അത് നല്ല കാര്യമായിട്ടൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല. ഇവിടെ പുരുഷ കമ്മീഷനൊക്കെ വേണമെന്ന് വാദിക്കുന്നുണ്ട്. നമ്മളൊക്കെ അതിന് സപ്പോർട്ടും ചെയ്തവരാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പുറത്തു കൊണ്ടുവരാൻ ഈ പുരുഷ കമ്മീഷനൊക്കെ പറ്റിയാൽ മാത്രം മതിയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു വീഡിയോയും കൂടിയുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഇതെന്തായാലും ഇതൊന്നും കേസാവാൻ പോണില്ല എന്നുള്ളത് എനിക്കിപ്പോൾ ഒരു ഉദ്ദേശം മനസ്സിലായി. അതുപോലെ തന്നെ ആരും സഹായിക്കാനുണ്ടാവില്ല എന്നും മനസ്സിലായി.
പക്ഷേ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഈവൻ എന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ പോലും എനിക്ക് സമാധാനമുണ്ട്. എന്തെങ്കിലും ഇവർ ഞാൻ പറഞ്ഞത് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം, എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ പേടിപ്പിച്ചിട്ടൊക്കെ നിർത്തുന്ന ആൾക്കാർ, പാവപ്പെട്ട സ്ത്രീകൾ. ഞാനും പാവാട്ടോ, ഞാനും അത്ര വലിയ ഭയങ്കരമൊന്നുമല്ല. ബട്ട് എനിക്കിപ്പോൾ ജീവിക്കാൻ പ്രശ്നമൊന്നുമില്ല, കുറച്ച് ഡിപ്രഷൻ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതൊക്കെ പറഞ്ഞത് എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, ഇതിനൊന്നും ആക്ഷനൊന്നും എടുക്കില്ല എന്ന് എനിക്കറിയാം, എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. സത്യമാണ് അവർ പറയുന്ന കാര്യങ്ങൾ. ഇതുപോലെയുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ കൂടിയൊന്നും ആരും ഉണ്ടാവില്ല. ഇതുപോലെ എന്താണ് പുറത്ത് അഭിനയിച്ച് നടക്കുന്ന ആൾക്കാരുടെ കൂടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഒന്നും ആയിരുന്നില്ല പ്രതികരിക്കേണ്ടിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണം ബാല കഴിക്കുന്നതിന് മുന്നേ ഇവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് തന്നെ അവർ പ്രതികരിക്കണമായിരുന്നു. പേടിച്ചിട്ടൊന്നും നിന്നിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രതികരിക്കാൻ കാണിച്ച ആ ധൈര്യം അന്നേരം കാണിക്കണമായിരുന്നു ഡോക്ടർ എലിസബത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പം പ്രതികരിച്ചത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, ബാല ഒരു ലൈഫായിട്ട് ബാല ജീവിക്കുവാണല്ലേ. പക്ഷെ ചിലപ്പോൾ അവർ ബന്ധുക്കളൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും അവരെ ബാധിക്കില്ലായിരിക്കാം. ഇനിയും തന്നെ ബാല നന്നായിട്ട് ജീവിച്ചാൽ അയാൾക്ക് കൊള്ളാം. അയാൾ എന്തായാലും ആ കോകില എന്ന് പറയുന്ന ആ കുട്ടി ഒരു പാവം കുട്ടിയായിട്ടാണ് തോന്നുന്നത്. ഒരു നിഷ്കളങ്ക സ്വഭാവമായിട്ടാണ് ആ കുട്ടിയെ കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും അവർ രണ്ടാളും നല്ല ഒരു മാച്ച് തന്നെയാണ്. കാരണം അവരുടെ നാട്ടിൽ നിന്ന് തന്നെ കല്യാണം കഴിച്ചു തോന്നുന്നു. അതുകൊണ്ട് അവർ സുഖമായിട്ട് ജീവിക്കട്ടെ. പക്ഷേ ഈ ലേഡിയോട്, ഈ എലിസബത്തിനോട് ചെയ്ത ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ കോടതിയിൽ നിരക്കാത്തതാണെന്നാണ് എനിക്ക് ബാലയോട് പറയാനുള്ളൂ. ഒരിക്കലെല്ലാം തിരിച്ചടിച്ച് വരുന്നതായിരിക്കും ബാല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയോട് സോറി പറയാൻ പോലും മടിക്കേണ്ട. നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിന് അതായിരിക്കും നല്ലത്. അവരെ ഒന്നുമില്ലേ, നിങ്ങളെ കുറച്ചു കാലം നോക്കിയ ഒരു സ്ത്രീയല്ലേ, അവരോട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എലിസബത്തോട് പെരുമാറിയാൽ എന്താണ്? ഇപ്പോൾ നിങ്ങൾ സുഖമായി ജീവിക്കുന്നു, പക്ഷേ നിങ്ങളുടെ കൂടെ മുന്നേ ജീവിച്ചൊരു പെണ്ണാണ്. ആ പെണ്ണിന് സുഖമാണോ, അല്ലെങ്കിൽ ആ പെണ്ണ് സ്വസ്ഥമായിട്ടാണോ ജീവിക്കുന്നത് എന്നാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ ആ പെണ്ണിൻ്റെ പിറകെ ഗുണ്ടകളെയും കൊണ്ട് പായുകയോ ആ പെണ്ണിന് സ്വസ്ഥതക്കേട് കൊടുക്കുകയോ അല്ല വേണ്ടത്. ഒരു നല്ല മനുഷ്യൻ ചെയ്യുന്നത് അതാണ്. അവരുടെ മാനസിക നിലയിൽ അവരിപ്പോൾ എങ്ങനെയാണ് അവർ സുഖമായി ജീവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ദയവേത് ഉപദ്രവിക്കാതിരിക്കുമെങ്കിലും ചെയ്യുക. അതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു കേരളത്തിൽ താമസിക്കുന്ന ഒരു ലേഡി എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇതുപോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ വിഷമം വരും. കാരണം അത്രയും പീഡനമൊക്കെ അനുഭവിച്ച ഒരു പെണ്ണൊക്കെ അത് പുറത്ത് വന്ന് പറയണമെങ്കിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാല എന്തായാലും വായി തുറന്നൊന്നും പറയുന്നൊന്നും കാണുന്നില്ല. എന്തായാലും ഇത് ലോകത്തിലെ എല്ലാവരും അറിഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ, ഇവരുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ പ്രിയ ചങ്ങായിമാരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ. അപ്പോൾ മറക്കരുത് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.